രാവിലെ തന്നെ ഭയങ്കര കുളിക്കുമ്പോൾ റെഡി എന്താ സുഖം സൂപ്പർ. നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. വെറുതെ ഇവിടെയൊക്കെ എന്താ കാര്യം, നമുക്ക് സോമയെ കളിക്കാൻ പറ്റും. എന്തിനും ക്യാരമൊക്കെ ഉണ്ട് വീട്ടിൽ പൊടിയായിട്ട് എടുക്കാൻ. എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. എൻ്റെ ടി വി ആണെങ്കിൽ കംപ്ലൈൻ്റ്. അത് മറ്റന്നാളായിട്ട് അങ്ങനെ റെഡിയാക്കണം. ഇല്ലെങ്കിൽ ഉറപ്പാണ് പിന്നെ എനിക്ക് ടി വി ഒക്കെ ഒന്നും ഉണ്ടാവില്ല. കമ്പ്യൂട്ടർ അടക്കം പോയി കിടക്കും. കമ്പ്യൂട്ടർ പിന്നെ വെറുതെ ഷോക്ക് വെച്ചിരിക്കണതാ പണ്ട്. എന്തായാലും നമുക്ക് സോമനൊന്ന് വിളിച്ചു നോക്കാം. സോമൻ ഇതാണ് അവൻ്റെ നമ്പർ. ഓക്കെ, അവൻ എടുത്തില്ല ഗൈസ്. ഞാൻ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അവൻ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ഞെട്ടിപ്പോയിരുന്നു. അവൻ നാട് വിട്ടു പോയിത്രേ. ഇവിടെ മൊത്തം സോംബീസാണെന്നാണ് അവൻ പറയണത്. എവിടെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. അതല്ല, ഇവിടെ ഒന്നും കാണാനില്ല. അല്ല, ഇവിടെ എന്താ മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത? അല്ലെങ്കിൽ ഇവിടെ മൊത്തം മറ്റേ ഈ വണ്ടികളൊക്കെ ആയിരിക്കല്ലോ. ഇപ്പം എന്തോ ഒന്നുമില്ലാത്ത? ഇതെന്തിപ്പോൾ ഒന്നുമില്ലാത്ത? വാട്ട് ഈസ് ദിസ്? യെസ് ഗൈസ്, എൻ്റെ വേഷം ഞാൻ പുറത്തിട്ട് എടുത്തിട്ട്. പക്ഷെ ഏത് വെഹിക്കിളിൽ പോവും? നമ്മൾ ഈ ഊളപ്പേട്ട വെഹിക്കിളിലൊന്നും പോകാൻ പറ്റില്ല. മാജിക് ഫോൺ അതിൽ പോവുക. നമുക്ക് മറ്റേ ഗോസ്റ്റ് ബൈക്ക് എടുക്കാം. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ച കേട്ടോ മാജിക് ഫോണിൽ. ഇതിൽ പോവാം. നമുക്ക് ഹെൽമെറ്റ് എടുക്കാം ഫസ്റ്റ്. ടിൻഡൂസേ, ഫ്രാങ്ക്ലീനെ, ഹെൽമെറ്റ് എടുത്ത് മണ്ടയിൽ വെക്കടാ. കണ്ട റൈഡ് കണ്ണാപ്പി. എന്തോടോ എൻ്റെ കാല് ഉള്ളിക്കിറങ്ങിപ്പോണേ. എന്തായാലും നമുക്ക് റൈഡർ കണ്ണാപ്പി. നമുക്ക് സിറ്റി ആ ഭാഗത്തേക്ക് എന്താണ് ഒത്തിരി കൂട്ടാൾക്കാർ ഇങ്ങനെ സമരമായി കൊണ്ടാണോ ആൾക്കാരും കാണത്ത്? അല്ല, ഇവർക്കൊക്കെ എന്താ ഈ മണ്ണ് വാരി തേച്ച് വന്നിരിക്കുക ഇവരൊക്കെ? സോംബീസാണുള്ളത്. എടാ സോംബീസ്. വെയിറ്റ് എ മിനിറ്റ്. എടാ, ഈ സോംബീസൊക്കെ കത്തി പോണ്ടാ. ഗൈസ്, എന്നെ ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് തള്ളിട്ടു ഗൈസ്. അയ്യോ, തോജ് കുറെ എണ്ണത്തിനെ കൊന്നു ഗൈസ്. ഇനിയുണ്ട് ആൾക്കാർ ചത്തിട്ടില്ല.
ലൈഫ് മൊത്തം ഞാൻ തീർത്ത്. എടാ ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ബൈക്ക് അവിടെ. ഇന്ന് ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് കാര്യം. എന്താണ് നീക്കാൻ പറ്റാത്ത? കിക്കടിക്കട കിക്ക്. ഫുട്ബോളാണെങ്കിൽ പോണില്ല, ഒരൊറ്റ വഴിയുള്ളൂ. AK-47 പറ്റാത്ത കാര്യമുണ്ട് ഈ ലോകത്ത്. വിമാനത്തിന് വരെ ഓടിച്ചിട പറ്റില്ല കേട്ടോ. അതിന് തന്നെ ഇപ്പം എത്ര വഴി വെച്ചാൽ ശരിയാ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള. കാണിച്ചു തരാണ്. കുറേ സ്റ്റിക്കി ബോംബ് ഞാൻ ഇടാൻ പോവാ. ഓക്കെ, കുറേ സ്റ്റിക്കി ബോംബായിട്ടുണ്ട്. അധികം ഞാൻ ഇടുന്നില്ല, കാരണം എൻ്റെ അടുത്ത് 16 സ്റ്റിക്കി ബോംബ് ആകിപ്പോൾ ഉള്ളൂ. അതുകൊണ്ടാ പുതിയത് വാങ്ങിക്കണം. വാങ്ങിക്കാനാണ് ഇവിടെ കടയൊന്നുമില്ല. കണ്ട എത്ര ഇട്ടിട്ടും കാര്യമൊന്നുമില്ല, പൊട്ടില്ല. ഇനി നമുക്കെന്തായാലും ഗവൺമെൻറ്റിനെ വിളിച്ച് സംസാരിക്കാം ഗൈസ്. ഇനി നമുക്ക് ചിലപ്പോൾ പ്രൈസൊക്കെ കിട്ടും ഗൈസ്. ഒരു 500 കോടി ആ പൈസ മാസം കിട്ടും. അത് നമ്മളെ ചിലപ്പോൾ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് അടക്കം നാട് വിട്ട് പോയി എനിക്ക് തോന്നുന്നു. അത് ആ കാണുന്ന റാമ്പൊക്കെയുള്ള ബിൽഡിങ്ങാണ് ഗവൺമെൻറ്. അവിടെ പോലും ആൾക്കാരില്ല, ഇവിടെ ആരുമില്ല. അതൊന്നും ഗവൺമെൻറ്റിനെ വിളിച്ച് പറയണോ? നമുക്ക് ഈ ലോകം ഫുള്ളും ഉണ്ടല്ലോ. ഇവിടെ ആരും ഒന്നും എടുത്തിട്ടല്ല പോയിരിക്കണേ, ജീവനും കൊണ്ട് മണ്ടുക ചെയ്തേ. അതുകൊണ്ട് ഈ ലോകം മൊത്തം, ലോകമല്ല ഈ രാജ്യം മൊത്തം നമുക്കല്ലേ. പക്ഷെ വേണ്ട, ഞാൻ വില്ലത്തരം കാണിക്കുക. നമുക്ക് നേരെ വീട്ടിലേക്ക് തെറിക്കാൻ. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സെക്കൻഡിൻ്റെ ഉള്ളൂ, ഒരു 3 സെക്കൻഡുള്ള വീട്ടിലെത്തും ഗൈസ്. ഓക്കെ, എണ്ണാൻ കേട്ടോ. 1 2 3. ഗൈസ്, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തുകൊണ്ടാണ് തോന്നുന്നുണ്ട്, അതോ ചെയ്യാത്തതുകൊണ്ടാണ്? അങ്ങനെ വരാൻ വഴിയില്ല, ചെയ്തുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തുകൊണ്ടോ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എന്തായാലും വ്യൂസ് എങ്കിലും ഉണ്ടാവും എന്തായാലും. എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ട്, നമ്മളൊക്കെ നമ്പന്മാരല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ.